ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 14-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 43-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിലും പ്രധാന കഥാപാത്രം ആയിരിക്കുന്നത് ജോസഫിൻ്റെ സഹോദരന്മാരുമാണ്. ക്ഷാമം മിസ്രൈമിൽ കഠിനമായി. മിസ്രൈമിൽ മാത്രമല്ല, അടുത്ത ദേശങ്ങളിലെല്ലാം ക്ഷാമം കഠിനമായി. യാക്കോബിന് മക്കൾക്ക് ഉപജീവനം അസാധ്യമായി. ഒരു മകൻ ശിമയോൻ മിസ്രൈമിലെ തടവിലായി. യാക്കോബിൻ്റെ ദുഃഖത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം വിശപ്പിൻ്റെ വിളി ശക്തമായി എന്ന് ഞാൻ പറയട്ടെ. ദുഃഖം വളരെയധികമാണെങ്കിലും വിശപ്പിൻ്റെ വിളി അങ്ങ് ശക്തമായപ്പോൾ മക്കളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് പോകണം, നിങ്ങൾ ചെന്ന് ധാന്യം മക്കളെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. മക്കളെ നഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇനിയിപ്പോൾ സ്നേഹിച്ചതായിരിക്കുന്ന ബെന്യാമീനെ അയച്ചാലും കൊള്ളാം, ബോധമില്ലാതെ ജീവിക്കാനായിട്ടൊക്കെയില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുതിന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ. സ്നേഹത്തിൻ്റെ പരിമിതി എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും സർവൈവലിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മളെല്ലാം മറക്കും. അങ്ങനെ മിസ്രൈമിലെത്തിയതായിരിക്കുന്ന സഹോദരന്മാരെ ജോസഫ് അവരുടെ മുന്നിൽ വെളിപ്പെട്ട ശേഷം പറഞ്ഞു, പോയി എൻ്റെ അപ്പനെയും അമ്മയും കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് പുത്രന്മാരും ഒക്കെ അവസാനം മിസ്രൈമിലെത്തി. നമുക്കറിയാം, രസകരമായൊരു കാര്യമെന്ന് പറഞ്ഞത്, ജോസഫ് അപ്പനോട് കൂടെ ആയിരുന്ന കാലത്ത് കുറേ സ്വപ്നങ്ങൾ കണ്ടു. അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നതും മറ്റവരുടെ കറ്റ വന്ന് വീണ് നമസ്കരിക്കുന്നതും, അതുപോലെ തന്നെ ജോസഫിനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വീണ് നമസ്കരിക്കുന്നു ഒക്കെ ആയിരിക്കുന്ന ചരിത്രം കണ്ടു. അതൊക്കെ പറഞ്ഞതിനാണ് ഈ സഹോദരന്മാരെ തന്നെ പകച്ചത്. ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമെന്നാണോ പറഞ്ഞത്? നീ ഞങ്ങൾക്ക് യജമാനാകുമെന്നാണോ പറഞ്ഞത്? പക്ഷേ ഞാൻ പറയാം, സ്വപ്നം നൽകിയതായിരിക്കും ദൈവം ആ സ്വപ്നത്തെക്കുറിച്ച് മറന്നില്ല. സ്വപ്നം നൽകിയ ദൈവം ആ സ്വപ്നത്തെക്കുറിച്ച് മറന്നില്ല. ജോസഫിനെ വളരെ പ്രയാസങ്ങളിൽ കൂടി ദൈവം കടത്തി വിട്ടു, അത് ശരിയാണ്. ജോസഫ് തന്നെ മറന്നു കാണും ആ സ്വപ്നങ്ങൾ. കാരണം എന്താണ്? അടിമയായി വിറ്റപ്പോൾ ഇനി സഹോദരന്മാർ നമസ്കരിക്കുമെന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? പൊത്തിഫറിൻ്റെ വീട്ടിലെ അടിമയായപ്പോൾ എൻ്റെ സഹോദരന്മാർ വന്നിനെ നമസ്കരിക്കുമെന്ന് പറയാൻ ന്യായമുണ്ടോ? ജയിലിൽ കിടന്ന സമയത്ത് എൻ്റെ സഹോദരന്മാരും അപ്പനും അമ്മയും വന്നിനെ നമസ്കരിക്കുമെന്ന് പറയാൻ വല്ല കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. അതുകൊണ്ട് ദൈവം തന്നതായിരിക്കുന്ന സ്വപ്നം ഇനിയും നിവൃത്തിയാകുമെന്ന് വിചാരിക്കാൻ ജോസഫിന് ന്യായമില്ല. പക്ഷേ ദൈവം തൻ്റെ വാക്കുകൾ നിവർത്തിച്ചു എന്നുള്ളതാണ്. അത് സന്തോഷകരമായൊരു കാര്യം. ദൈവം തൻ്റെ വാക്കുകൾ നിവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടാണ് നടക്കുന്നത്, യാന്ത്രികമായിട്ടല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടാണല്ലോ. ക്ഷാമം ഉണ്ടായത് യാന്ത്രികമായിട്ടല്ലല്ലോ. ജോസഫിൻ്റെ സഹോദരന്മാർ ധാന്യം കൊള്ളാൻ വന്നത് സ്വാഭാവികമായിട്ടാണല്ലോ. കാരണം ഗോതമ്പ് കിട്ടുന്നിടത്തല്ലേ പോയി വാങ്ങാനൊക്കൂ. അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് വിശദമായി ജോസഫിനോട് ചോദിക്കുന്നത്, ജോസഫ് അവരോട് ചോദിക്കുന്നത്, വിശദമായിട്ട് അവർ ജോസഫിനോട് പറയുന്നത് ഒക്കെ സ്വാഭാവികമായിട്ടാണ്. തുടർന്ന് ബെന്യാമീനെ കൊണ്ടുവരാതെ വീണ്ടും ധാന്യം തരുന്നതല്ലെന്ന് ജോസഫ് പറയുന്നത് അതും ഒരു സ്വാഭാവികമാണ്. എല്ലാം കഴിഞ്ഞ് ദൈവം തൻ്റെ പരിപാടി നിവർത്തിക്കുമ്പോൾ സ്വാഭാവികം നഷ്ടപ്പെടാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ കാര്യങ്ങളെ നിയന്ത്രിച്ചു. ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാർക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ കരം കാണുവാൻ ജോസഫിന് കഴിഞ്ഞു. സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പനുമൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം ജോസഫിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളത് സഹോദരന്മാർക്ക് മനസ്സിലായില്ല. പക്ഷേ ജോസഫിന് മനസ്സിലായി. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ തൻ്റെ ജനത്തെ സൂക്ഷിക്കുവാൻ ദൈവം തന്നെ ഉയർത്തിയതാണെന്ന് മനസ്സിലായ ജോസഫ് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളിത് ദോഷത്തിന് വേണ്ടി കരുതി ചെയ്തു, എൻ്റെ ദൈവമോ അത് നന്മയ്ക്കാക്കി തീർത്തു. അപ്പോൾ ദൈവം തൻ്റെ വചനത്തെ നിവർത്തിക്കുന്ന എത്ര അതിശയകരമായിട്ടാണ്. സഹോദരന്മാർ എത്ര പ്രാവശ്യം ജോസഫിന് മുന്നിൽ വീണ് നമസ്കരിച്ചെന്നറിയാമോ? അത് നമസ്കരിച്ചു. ദൈവം പറഞ്ഞതാണ് നമസ്കരിക്കുമെന്ന്, അതുപോലെ നമസ്കരിച്ചു. മിസ്രൈമിൽ വന്നപ്പോൾ പല പ്രാവശ്യം നമസ്കരിച്ചു. ധാന്യം വന്നപ്പോൾ നമസ്കരിച്ചു. അവരുടെ ധാന്യം അവരുടെ ചാക്കിൻ്റെ വായ്ക്കലിരുന്നത് കണ്ടെത്തിയപ്പോൾ തിരിച്ചു വന്ന് നമസ്കരിച്ചു. പിന്നെയും നമസ്കരിച്ചു. ഒക്കെ നമസ്കരിച്ചു. അവസാനം യാക്കോബ് മരിച്ചു കഴിഞ്ഞ് ജോസഫിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഞാൻ വിചാരിക്കുന്നു ജോസഫിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ചിരി വന്നു. ദൈവമേ, നിൻ്റെ വാക്കുകളെ വചനത്തെ നീ നിവർത്തിച്ചല്ലോ. ഇങ്ങനെ നീ നിവർത്തിക്കുമെന്ന് ഞാൻ അതിശയിച്ചു. എങ്ങനെയാണ് ഇത് നിവർത്തിക്കാൻ പോകുന്നതെന്ന് ദൈവം എത്ര അതിശയകരമായിട്ട് നിവർത്തിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ,
ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒന്നുപോലും അസ്ഥാനത്താവുകയില്ല, ഒന്നുപോലും നിവർത്തിക്കാതെ പോവുകയില്ല. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദത്തം, നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ചില വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് ദൈവം നിവർത്തിക്കുന്നത് ഞാൻ ചിലപ്പോൾ അതിശയം കൊള്ളും. ദൈവം വിചാരിച്ചാലും സാധിക്കരുത്, ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ലെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യവുമില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിവർത്തിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നാം ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നാം ക്ഷീണിച്ചു പോകരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ തെറ്റുകളെ നാം അംഗീകരിക്കുകയും തെറ്റുകളെ ഏറ്റുപറയുകയും വേണം. പക്ഷേ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനും വിശ്വസ്തനുമാണ്. വാക്ക് മാറാത്തൊരു ദൈവം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. ഈ വിശ്വസ്തനായ ദൈവത്തെ ആശ്രയിച്ച് ദൈവം തൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.